ഗൈസ് നമ്മള് ട്രിപ്പ് ഓണായി. സനൂപ് നമ്മളെ വിടാൻ വേണ്ടി വന്നതാണ്. ഗൈസ് വ്ലോഗിന് ഒരു ഹായ് പറയല്ലേ. സെറ്റ് പോട്ടെ. വ്ലോഗർ ഉണ്ടായതിന്റെ ഒരു പ്രശ്നങ്ങളെ. അത് ബ്ലൂടൂത്ത് ഓഫ് ചെയ്യണം. ഓഫ് പോയിട്ട് വരാം. ഒരു ഹായ് പറഞ്ഞു. ഹായ് പറ. ഹായ് ഗൈസ്. ഓക്കെ ഗൈസ്, ഫുഡ് കഴിക്കാൻ അമ്മ അല്ലാതാവും. ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അവിടെ വ്ലോഗ് എടുത്താൽ മതി. എടപ്പള്ളി ചങ്ങമ്പുഴ സുൽത്താനി കയറിയേക്കാണ്. ഞങ്ങള് മട്ടൻ ബിരിയാണി, സുൽത്താനിലെ മട്ടൻ ബിരിയാണി ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ആ ഒരു സ്പൂൺ എടുത്ത് ടേസ്റ്റ് ചെയ്തേ. റിവ്യൂ പറയാം. ഇതെങ്ങനെയുണ്ട് സദ്യ? കൊള്ളാമേ. എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. തിരിച്ചു ഓർന്നാ ചേച്ചി പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. വെരി നൈസ്. ഇത് ഞാൻ പണ്ട് വർക്ക് ചെയ്ത ഓഫീസ്. നമ്മുടെ ഫ്രണ്ട് ബരു. എന്താ ഇത്ര വൈകിയത്? ഹായ് പറഞ്ഞു. ഹായ് പറഞ്ഞു. നല്ലൊരു കാഴ്ച ഉണ്ട്. ഫുള്ള് ടോറസ്. നമ്മള് തൃപ്രയാർ എത്തി. ചായ കുടിക്കാൻ നിർത്തിയതാണ്. നല്ല കടികളുള്ള ഒരു കട, അൽബേക്ക്. നമ്മള് ചാവക്കാട് പഴം മേടിക്കാൻ, ഫ്രൂട്ട്സ് മേടിക്കാൻ നിർത്തി. വണ്ടി ഫുള്ള് പൊടിയായി, ചെളിയായി. ചെളി. വണ്ടി എടുത്തിട്ട് ഇപ്പോഴാണ് പുഷ് ചെയ്ത് നമ്മള്. ആകെ 1/2 ഇഞ്ചിന്റെ കുടലാണ് ഈ ദഹനത്തിന്റെ പണികൾക്കെല്ലാമായിട്ട് ഉള്ളിൽ വെച്ച് തന്നിട്ടുള്ളത്. 30 ഇഞ്ചിന്റെ കുടലുണ്ടെങ്കിൽ പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത തീറ്റയാണ് ഓരോരുത്തരും തിന്നണം. നമ്മളൊരു ട്രെയിനിന്റെ അകത്തിരുന്നാണ് കഴിക്കുന്നത് ഫുഡ്. സ്ഥലം ഏതായിരുന്നു? പൊന്നാനി തക്കാര. പേരക്ക ഉപ്പിലിട്ടത്. നമ്മളങ്ങനെ മാഹിയിൽ പമ്പിലെത്തിയിരിക്കുകയാണ്. മാഹിയിലെ റേറ്റാണ് ഡീസൽ 83.90. ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമുക്ക് ലാഭിക്കാം. ലാഭേഷാകാം. ഇല്ല അച്ഛാ, ലാഭേഷ്. കയറുന്നുണ്ട. ഫുൾ ടാങ്ക് എത്ര വേണമായിരിക്കും? ഇപ്പം ഒരു 1000-ന്റെ അടപ്പം ഉണ്ടായിരിക്കും അല്ലേ? 4000 കൂടെ വേണമായിരിക്കും അല്ലേ? വണ്ടിക്കകത്ത് തന്നെ. സ്ത്രീക്കുട്ടി അവിടെ നിൽപ്പുണ്ട്. കുറെ ആളുകൾ വന്ന് നിൽപ്പുണ്ട്. നമ്മൾ വന്ന ഒരു വഴി എന്ന് വെച്ചാൽ കുറച്ച് ഗുദാം വഴി കൂടാണ് വന്നത്. അതുകൊണ്ട് അവിടെ ബോർഡ് വെച്ചിരിക്കുന്നുണ്ടോ 11 to 12. അത്രയും പൈസ കുറയും ഡീസലിന്. പെട്രോളിന് 93-ഉം ഡീസലിന് 83. ഇപ്പാവും. നമ്മളിപ്പോൾ ടോട്ടൽ എത്ര അടിച്ചു? നമ്മളിപ്പം 3000-ന് അടിച്ചു അല്ലേ? ഇവിടെ വരെ ഇപ്പം 3000-ന് അടിച്ചുള്ളൂ. വണ്ടിക്ക് അത്യാവശ്യം മൈലേജ് ഉണ്ട്. വണ്ടി ഒരു ആവറേജ് 13 മൈലേജ് കിട്ടുന്നുണ്ട്. റോഡ് കുറേ ഇടം മോശമായിരുന്നു. പിന്നെ ഇതിൽ കിടപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് 3000. അങ്ങനെ ഒരു 4000+ വന്നതാണ്. അപ്പോൾ കറക്റ്റ് 3748.6.
ഹേ ഗൈസ്, നമ്മൾ മുത്തപ്പൻ അമ്പലത്തിൽ ഇപ്പം കയറി. ഇവിടെ ഫോൺ അലൗഡ് അല്ല. എന്നിട്ട് നമ്മളിപ്പം ഇവിടുത്തെ പ്രസാദം കഴിക്കാൻ വേണ്ടി ഹായ് പറയും ഗൈസ്. ഗുഡ് മോർണിംഗ്. മുത്തപ്പനെ കണ്ടു സന്തോഷമായി. ഒരു വർഷത്തെ കാത്തിരിപ്പാണ് മുത്തപ്പനെ കാണാൻ വേണ്ടി. ഇതാണ് ഗൈസ് പ്രസാദം. നമ്മൾ വീണ്ടും കാർ പർച്ചേസിങ് ചെയ്യുകയാണ്. നല്ല ഉള്ള സാധനങ്ങൾ തന്നെ. ഇതുള്ള അടുത്ത് വേറെ ഒരെണ്ണം അടിച്ചു. നമ്മളപ്പം തിരിച്ച് പറശ്ശിനിക്കടവിൽ നിന്ന് പോവുകയാണ്. ഇനി പോകുന്നത് തലശ്ശേരി, കണ്ണൂർ തലശ്ശേരി ടൗണിലേക്കാണ്. അമ്മയൊക്കെ എപ്പോഴും ഇങ്ങനെ ഡ്രസ്സ്, പുതിയ പുതിയ ഡ്രസ്സുകൾ മാറി മാറി ഇട്ടുകൊണ്ടിരിക്കുക. ഞാൻ കൊടുത്തു. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് സ്പോട്ടായിട്ടുള്ള സ്നേക്ക് പാർക്ക്, പറശ്ശിനി സ്നേക്ക് പാർക്കിലോട്ട് എത്തി. നമ്മൾ പാമ്പിനെ പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. പറശ്ശിനി പാമ്പ്. ഇതിന്റെ ചെയർമാൻ ആണ് ഈ കിടക്കുന്നത്. കോഴിക്കാർപ്പ്. ഇതാണ് ഇതിന്റെ എൻട്രൻസ്. പറശ്ശിനി കടവ്. ഓ, പാമ്പും മീനും എല്ലാം ഉണ്ട്. താഴെ പാമ്പൊക്കെ കാണും കേട്ടോ, താഴെ കിടപ്പുണ്ടായിരിക്കും. വൈദവേ നമ്മുടെ സ്റ്റേ സൂപ്പർ ആയിരുന്നു കേട്ടോ. ഫുള്ള് ഞാൻ കാണിച്ചു നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നല്ല നല്ല സാധനങ്ങൾ വരട്ടെ, കാണിച്ചു തരാം. ഇതെന്താ ഇത്? മറ്റേ ജയന്റ് ഗൗരാമി എന്ന് പറയുന്ന മീൻ. ഗൗരമീൻ പേരാണോ? ഷാർക്ക്, ചെറിയ ഷാർക്ക്. കബൂട്ടോ കൊയ്, റെഡ് ബെല്ലീഡ് നട്ടർ ഫിഷ്. ഇതല്ലേ നട്ടർ ഫിഷ്. ഏഞ്ചൽ ഫിഷ്. ഇത് ഏഞ്ചൽ ഫിഷ്. കരിമീനോ? അതുപോലെ ഉണ്ട്. നൈസ്. ഇതിനകത്തെന്താ? ഇത് നമ്മുടെ ചൂടയല്ലേ? ഫിഷസ് ആർ കോൾഡ് സ്കൂൾ എന്നാ. എ ഗ്രൂപ്പ് ഓഫ് ഫിഷസ് ആർ കോൾഡ് ആസ് സ്കൂൾ. പാരറ്റ്. ഇത് പാരറ്റ് പോലെ തന്നെ ഉണ്ട്. ഇത് ജംഗിൾ ക്യാറ്റ്. ഇതുകൊണ്ടിരിക്കുന്നു. കാട്ടുപൂച്ച. കാട്ടുപൂച്ച ഇതായിരിക്കും. ഇതാണ്ടാ മരത്തിലിരിക്കും. ഒന്നുമില്ല, സാധാ പൂച്ച പോലെ തന്നെ തോന്നുന്നു. ഇവിടെ പാമ്പുകൾ. ഇവിടെ കയറി ധൈര്യമായിട്ട് കയറി. ഞങ്ങളൊക്കെ പുറകെ കൊണ്ട് കടിച്ചാ പറയണേ. അയ്യോ, കയറി പോയിട്ടുണ്ട്. മോനെ എന്തത്? കഴുകനോ? മുള്ളമ്പല്ലി. വണ്ടി പോകുമ്പോ ക്രോസ് ചെയ്യുന്നു ഗൈസ്. നമ്മുടെ ടീം ഇതൊക്കെ അല്ലേ? ഓ, ഡേഞ്ചർ. എന്തോ പറ്റിയല്ലോ. നിനക്ക് ഈ വണ്ടി ഓടിക്കാറാണോ? ചേട്ടനാ ഒന്ന് നമ്മള് പോസ് ചെയ്യണേ. കല്ല് തിന്നുന്നുണ്ടോ? കല്ലാണ് ഇതിന്റെ കല്ല് ഡൈജസ്റ്റ് ചെയ്യുക. അതാണ് കഴിച്ചത് ഇതിന്റെ മൂലം. കണ്ടോ ഡിസ്പ്ലേ വെച്ചേക്കുന്നത്? നമ്പർ ഓഫ് എഗ്സ് 10 to 30 ഡാർക്ക് ഗ്രീൻ തിക് ഷെൽഡ് എഗ്സ്. 52 days ആയിരുന്നു ഇൻക്യുബേഷൻ പീരീഡ്. ഈ ബയോളജി ക്ലാസ് ആവുന്നല്ലോ. മാറ്റാം സംഭവം മാറ്റാം. നോക്കടാ. ഇതായാണോ എടിയ? പോവാ. എന്തോ ഒരാളിന് കയറി പോകാൻ. ഈ ഒട്ടകപ്പക്ഷി ഇതല്ലല്ലോ. അല്ലല്ലോ, നമ്മൾ തേടി വന്ന സാധനം. ഇത് ഇന്ത്യൻ റോക്ക് പൈതൺ. ഇത് പെരുമ്പാമ്പ. ഓ, അടിച്ച് ഫിറ്റായി കിടക്കാൻ പാമ്പ്. അല്ല, ഇത് പെരുമ്പാമ്പ്. ഇത് അവിടെ കണ്ടോ തന്നെ അവിടെ. ഓ മാൻ, നൈസ്. ആണല്ലേ, ഇവിടെ ഓരോന്നിനും ഓരോ ഗ്രൂപ്പാ, അതിനെ ഒരുമിച്ച് കിടക്കും. ഇത് പെരുമ്പാമ്പ്.
ഇതാണ് നമ്മുടെ ഇര വിഴുങ്ങി. ഓ നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. വിഴുങ്ങും, അത് ഇവിടെ അല്ല. മുത്തപ്പൻ അത് വിഴുങ്ങുന്ന ഇതല്ല. ഇതാണ്ടാണ്ട് അത് വിഴുങ്ങും, അത് മനുഷ്യനെ ചിലപ്പോ വിഴുങ്ങും. അതുകൊണ്ടേ ഇന്ത്യൻ റോക്ക് പൈതൺ എന്നാ ഇതിനെ അറിയപ്പെടുന്നത്, പെരുമ്പാമ്പ്. അമ്മ ഇത് വിഴുങ്ങുമ്പം അതിന്റെ വണ്ണം ഭയങ്കരമായിട്ട്, അതിന് വാന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വികസിക്കും. അങ്ങനെ ആ ബോഡി ഡൈജസ്റ്റ് ചെയ്യാൻ അത് ഒരുപാട് സമയം എടുക്കും. നമ്മളെ വിഴുങ്ങി കഴിഞ്ഞാൽ നമ്മുടെ എല്ലൊക്കെ ഒടിച്ച് സെറ്റ് ചെയ്തെടുക്കും. ആ ഒടിക്ക് ടൈപ്പ് ഉണ്ട് ഇതുവാനെ. ഇത് കഞ്ചാവ്. ഇത് ഒറിജിനൽ ആണോ മറ്റേ ഡമ്മി വെച്ചിരിക്കുന്നത്? അനങ്ങുന്നില്ല ഒന്നും. ഇത് അനങ്ങത്തില്ലേ? അനങ്ങുന്നില്ലല്ലോ ഇത്. നോക്കി, ഇത് ഇഗ്വാന. അങ്ങനെ പാമ്പിന്റെ സെക്ഷൻ കഴിഞ്ഞു ഗൈസ്. നെക്സ്റ്റ് ക്രോക്കോഡൈൽ. മൊത്തല് നിൽക്കുന്നു ഗൈസ്. മൊത്തലക്കൾ ഇതെല്ലാം സ്റ്റക്കായി നിൽക്കുകയാണല്ലോ. ഒരുപാടുണ്ട്. ലോട്ട് ഓഫ് ക്രോക്കോഡൈൽ. കിടക്കുന്നതെന്ന് അറിഞ്ഞൂടാ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ബിലോ. ഇതെന്തുകൊണ്ട് ഇങ്ങനെ അനങ്ങുന്നില്ല? വായും തുറന്ന് കിടക്കുന്നുണ്ട്, ചിരിച്ചുണ്ട്. ഇത് ഒരു തവണ കണ്ടിരിക്കേണ്ട സാധനങ്ങളാണ് അല്ലേ? ഹെലികോപ്റ്റർ ഡമ്മി. ഇതാണ് മെയിൻ. അതുകൊണ്ടാണ് ബിഗ് 4 ഇവിടെ. നമ്മളൊരു ബെസ്റ്റ് കോട്സ് കണ്ടു. വീക്ക്ലി ടീം എല്ലാവരും ഇത് ഒബേ ചെയ്യേണ്ടതാണ്. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോണ്ട് ക്രൈ ഓവർ ദ പാസ്റ്റ്, ഇറ്റ്സ് ഗോൺ. പഴയ കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത്, പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നതാണ് ആള് പറയുന്നത്. വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ, ഒന്ന് അടിച്ച് കേറാൻ. അടിയാണോ? നമ്മള് മുഴുപ്പിലങ്ങാടി ബീച്ചില് വന്നതാണ്, ഡ്രൈവിംഗ് ബീച്ചിൽ. പക്ഷെ വണ്ടി ഇറക്കാൻ ഇപ്പൊ പറ്റത്തില്ല. കടൽ നല്ല ശോകമായിട്ട് കിടക്കുവാണ്, കണ്ടില്ലേ? നോർമലി ഇവിടെ വണ്ടി, ഇവിടെ അല്ല അതിന്റെ അപ്പുറത്ത് വണ്ടി ഇറക്കായിരുന്നു. നമ്മൾ നോക്കി, പക്ഷെ പറ്റത്തില്ല. ഒരു കുടക്കീഴി, ഒരു കുടുംബം, ഒരു കുടക്കീഴി.